നമസ്കാരം. ഇന്ന് കേരളത്തിൽ തെങ്ങ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർഷകർ ചെയ്യുന്നതാണ് വാഴകൃഷി. വാഴകൃഷി നമ്മൾ പ്രധാനമായി ചെയ്യുന്നത് നല്ല ഇനം കുലകൾ ലഭിക്കാൻ വേണ്ടി തന്നെയാണ്. വാഴ നടുന്നതിനെ കുറിച്ചും അതിൽ നല്ല കുല ലഭിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സിസേറിയൻ ബനാന എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് ഈ സിസേറിയൻ ബനാന എന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഒരു 1000-2000 വാഴകൾ നടുമ്പോൾ ഒരു 10%-15% വാഴകൾ അധികം ആരോഗ്യമില്ലാത്ത രീതിയിൽ ആണ് വളരുന്നത്. അത് മറിഞ്ഞു വീഴുകയോ അതല്ലെങ്കിൽ കൊലകൾ വരുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ ചരിഞ്ഞ് ഒടിഞ്ഞു വീഴുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ളൊരു വാഴകൾക്ക് നമുക്ക് സിസേറിയൻ എന്ന രീതിയിൽ അതിൽ വാഴയുടെ ഒരു ഭാഗത്ത് മുറിച്ച് അകത്ത് വാഴത്തടയിൽ നിന്ന് കൂമ്പ് പുറത്തേക്കെടുത്ത് കൂമ്പിൻ്റെ ഓരോ ഇതളുകൾ തുറക്കുമ്പോൾ അവിടെ ഒരു വാഴക്കുല വരാൻ നമുക്ക് സാധിക്കും. സാധാരണ വാഴയിൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഏറ്റവും മുകളിലായി ഒരു കൂമ്പ് വരികയും ആ കൂമ്പിൻ്റെ ഓരോ ഇതളുകൾ തുറക്കുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു വാഴക്കുല വരുന്നതാണ് സാധാരണയുള്ള പ്രക്രിയ. എന്നാൽ ഈ സിസേറിയൻ കൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരോഗ്യമില്ലാത്തൊരു വാഴയിൽ നമ്മൾ അതിൻ്റെ ഒരു മധ്യഭാഗത്തോ അല്ലെങ്കിൽ ഒരാൾ പൊക്കത്തിലുള്ള ഏത് സ്ഥലത്തായാലും വാഴയുടെ ഏത് ഭാഗത്തായാലും അവിടെ ഒരു റെക്ടാങ്കിൾ രീതിയിൽ നമ്മളൊരു മുറിച്ച് അകത്തെ തട അവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം താഴെയിൽ നിന്നുള്ള പുതിയ തട അതുവഴി പുറത്തേക്ക് വരികയും ആ വരുന്നതിൽ കൂടെ ഒരു കൂമ്പ് വരികയും കൂമ്പിൽ നിന്ന് കൊല വരുന്ന ഒരു പ്രക്രിയയാണിത്.